രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ദിവസവും ആ ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് മണിക്കൂറുകളും പിന്നിട്ടിരിക്കുന്നു. പക്ഷേ എവിടെയെങ്കിലും എത്തിയോ എന്ന് ചോദിച്ചാൽ ഒരു നിർണായക ഘട്ടം പിന്നിട്ട് പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനിയിപ്പോൾ നേരത്തെ മാലിന്യം നീക്കി ഈ ജോയി വീണ സ്ഥലത്തായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കഴിഞ്ഞ് അതിനിപ്പുറേ മാൻഹോൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു 3 പ്ലാറ്റ്ഫോമുകൾക്ക് ഇപ്പുറേ മാൻഹോൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ മാൻഹോളിലേക്ക് ഇറങ്ങി അവിടുത്തെ മാലിന്യം നീക്കിയുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. പക്ഷേ അതും വിജയം കണ്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് രക്ഷാപ്രവർത്തനം എത്തുന്നത്. ഈ മാലിന്യം നീക്കുന്നതിനടക്കം മാലിന്യം നീക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നേരത്തെ സ്കൂബ ഡൈവിംഗ് ടീം അടക്കം വ്യക്തമാക്കിയിരുന്നു. കാരണം അവർക്ക് നീന്തി പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ട്. അതിനാലാണ് മാലിന്യം നീക്കാനുള്ള ഒരു ശ്രമവും അതോടൊപ്പം തന്നെ ആളെ കണ്ടെത്താനുള്ള ശ്രമവും ഒരുപോലെ നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ചില ഉപകരണങ്ങൾ കൂടി നേരത്തെ റോബോട്ട് അടക്കം എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ മറ്റ് ചില സാധ്യതകൾ കൂടി തേടുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്ത് ഒരു ഷട്ടർ പോലെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു തടയണ പോലെ ഉണ്ടാക്കും. ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തും. അതിനുശേഷം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെ ആ കാണുന്നത് എന്ന് പറയുന്നത് നമുക്ക് തമ്പാനൂരിൽ നിന്നും വന്ന് ഈ വെള്ളം പുറത്തേക്ക് പോകുന്ന ഭാഗമാണ്. പവർ ഹൗസ് റോഡിൻ്റെ ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നേരത്തെ പ്രശാന്ത് നിന്ന് ലൈവ് തന്ന ആദ്യം നമ്മൾ കണ്ട് സംസാരിച്ച സ്ഥലം, രാവിലെയെല്ലാം നിന്ന് സംസാരിച്ച സ്ഥലം എന്ന് പറയുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലമാണ്. അങ്ങനെ 140 മീറ്റർ പിന്നിട്ട് ആ തുരങ്കം അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്ത് അവിടെ വെള്ളം പൂർണ്ണമായും നിറഞ്ഞു കിടക്കുന്നില്ല. അവിടെ വെള്ളം നിറഞ്ഞാൽ മാത്രമേ അവിടേക്ക് ഈ പറയുന്ന സ്കൂബ ഡൈവിംഗ് ടീമിന് ഇറങ്ങാൻ കഴിയൂ, എങ്കിലേ അവർക്ക് നീന്താൻ കഴിയൂ. പുതിയ ചില ഉപകരണങ്ങൾ കൂടി നമുക്കിത് കാണാൻ കഴിയും. അതും ജെൻ റോബോട്ടിക്സിൻ്റെ ഉപകരണങ്ങളാണ് എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇത്തരം വലിയ രക്ഷാപ്രവർത്തനങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റുമാണ്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം, മറുഭാഗത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ ഇവിടേക്ക് കൂടി എത്തുകയാണ്. ആർ അനന്തകൃഷ്ണൻ കൂടി എനിക്കിപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഇനി ഏത് തരത്തിലായിരിക്കും ഈ പുതിയ ഉപകരണങ്ങളും മറ്റും വരുന്നു? മാത്രമല്ല, ഇത്രയും നേരം രക്ഷാപ്രവർത്തനം നടന്നിരുന്നത് പകുതിക്കപ്പുറത്തേക്കായിരുന്നുവെങ്കിൽ, അതായത് ഏകദേശം ഒരു 40-50 മീറ്റർ മാത്രമാണ് ഈ ഉദ്യോഗസ്ഥർക്ക് വരാൻ കഴിഞ്ഞത്. അതിനിപ്പുറത്തേക്ക് ഒരു 100 കിലോമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്. അത്രയും മീറ്റർ ദൂരത്തിലാണ് ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ആ ഒരു സാധ്യത കൂടി പരിശോധിക്കുകയാണ്. അത് ഏതെല്ലാം തരത്തിലാണെന്നാണ് ഇവർ സംസാരിക്കുന്നത്? കളക്ടറുമായി സംസാരിച്ചിരുന്നത്. നിലവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഏതാണ്ട് ഒരു ലാസ്റ്റ് പാർട്ട് എന്ന് പറയാം, ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് രക്ഷാപ്രവർത്തനം നടക്കുന്നു. ഇനി അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ള വിലയിരുത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തമ്പാനൂർ സൈഡിൽ നിന്ന് രക്ഷാപ്രവർത്തനം മാറി ഇപ്പുറത്ത് റെയിൽവേയുടെ പവർ ഹൗസ് ഗേറ്റിന്റെ ഭാഗത്തേക്ക് മാറിയിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമും കഴിഞ്ഞ് ആമേഴഞ്ചാൻ തോട് ആ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ ഒഴുകി എത്തുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു കുളം പോലെ കിടക്കുകയാണ്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഈ കുളം പോലെ കിടക്കുന്ന ഈ ഭാഗം. ഇവിടെയാണ് അപ്പുറത്ത് ടണലിലൂടെ, അങ്ങോട്ട് ക്യാമറ തിരിച്ചാൽ ആ പാലത്തിന്റെ അടിയിലൂടെ ടണലിലൂടെ ഈ ആമേഴഞ്ചാൻ തോട് ഒഴുകി ഇവിടേക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഈ പാലത്തിന്റെ അടിയിലുള്ള ഒഴുക്ക് തടയാനാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ടീം തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ ബണ്ടുണ്ടാക്കി ആ ബണ്ട് വെച്ച് ഇവിടുത്തെ വെള്ളം കെട്ടി നിർത്തും. അപ്പോൾ ഇവിടെ വലിയ വെള്ളക്കെട്ടായി മാറും. ഈ വെള്ളക്കെട്ടിലൂടെ എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ വാട്ടർ ലെവൽ കുറവാണ്. സ്കൂബ ഡൈവേഴ്സിന് ഇതിനുള്ളിലേക്ക്, ആ പാലത്തിന് അടിയിലേക്ക് കയറി പോകാൻ കഴിയില്ല. ഈ പാലത്തിന് അടിയിൽ അപ്പുറത്ത് ഏതാണ്ട് പകുതിയോളം ഭാഗം അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇനിയുള്ള ചെക്കിംഗ് ആണ് ആരംഭിക്കുന്നത്. അപ്പോൾ അവർക്ക് കയറി പോകണമെങ്കിൽ ഈ വാട്ടർ ലെവൽ കൂടണം. അതിനുവേണ്ടി ഇവിടെ ഒരു ബണ്ട് നിർമ്മിക്കാനുള്ള പ്രയത്നമാണ് ഇപ്പോൾ നടത്തുന്നത്. ആ ബണ്ട് ഉയർത്തി കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ ലെവൽ ഉയരും. ആ വാട്ടർ ലെവൽ ഉയറിക്കഴിഞ്ഞാൽ ഇവർക്ക് ഉള്ളിലേക്ക് കടന്നു പോകാം. അതെ, അവരിപ്പോൾ ഇറങ്ങും. ആ ഒരു പദ്ധതിയും വിജയിച്ചില്ലെങ്കിൽ ഇത് വെള്ളം ജെറ്റ് ചെയ്യും ഉള്ളിലേക്ക്. എന്നിട്ട് അവിടുത്തെ മാലിന്യം മാറ്റാനാണ് ശ്രമിക്കുന്നത്. അതും നടന്നില്ലെങ്കിൽ സക്കർ ഉപയോഗിച്ച് അവിടെ നിന്ന് മാലിന്യം പുറത്തേക്ക് സക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അത് ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സായിട്ടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വെച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയും. ഇപ്പോൾ നടക്കുന്ന ഒരു സ്റ്റേജും പൂർത്തിയായില്ലെങ്കിൽ സക്കർ ഉപയോഗിച്ച് ആ മാലിന്യം പുറത്തേക്ക് എടുക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സ് വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. വാട്ടർ ലെവൽ കൂട്ടിയ ശേഷം സ്കൂബ ഡൈവേഴ്സിനെ ഇറക്കാനുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവരെ വാട്ടർ ലെവൽ പരിശോധിക്കുകയാണ്. സ്കൂബ ഡൈവേഴ്സ് വന്നതിന് ശേഷം നേരത്തെ ഇറങ്ങിയ സംഘമല്ല, ഇത് പുതിയൊരു സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അവര് വാട്ടർ ഇപ്പോൾ അവിടെ പല ഭാഗത്തും നമുക്ക് ഈ സ്കൂബ ഡൈവേഴ്സിന് നേരെ പോകാൻ പറ്റാത്ത വീട്ടിൽ മൈക്കോട്ടെ
ഇപ്പോൾ ഉദ്യോഗസ്ഥർ സ്കൂബ ഡൈവേഴ്സിന് നിർദ്ദേശങ്ങൾ നൽകുകയാണ് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇനി പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനം പ്ലാറ്റ്ഫോമിന്റെ മറു സൈഡിലേക്ക്, അതായത് റെയിൽവേയുടെ മറു സൈഡിലേക്ക്, പവർ ഹൗസ് റോഡിന്റെ ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു. ഈ വിപുലമായ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുള്ള ഓപ്പറേഷനിലാണ് പ്രതീക്ഷയുള്ളത്. ആ ഭാഗത്ത് നിന്ന് പ്ലാറ്റ്ഫോമിന്റെ 2, 3, 4 പ്ലാറ്റ്ഫോമുകളുടെ അടിവരെയുള്ള ഭാഗങ്ങളെല്ലാം പരിശോധിച്ചു. അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെയാണ് നേരത്തെ ഒരു ക്യാമറയിൽ ഒരു ദൃശ്യം പതിഞ്ഞത്. പക്ഷേ അവിടെ ഒരു സോളിഡ് പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അവിടെ സ്കൂബ ഡൈവേഴ്സ് എത്തുമ്പോൾ അത് ശരീരമല്ല എന്ന് മനസ്സിലാക്കുകയും ആ സോളിഡ് പാർട്ടിക്കിൾ അവിടെ നിന്ന് ഒഴുകി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ മറു സൈഡിൽ നിന്ന് അകത്തേക്ക് സ്കൂബ ഡൈവേഴ്സിനെ കയറ്റിയുള്ള ഓപ്പറേഷനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്കൂബ ഡൈവേഴ്സിന്റെ ടീം എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ഈ പവർ ഹൗസ് റോഡിന്റെ ഭാഗത്തുള്ള ഈ കനാലിലേക്ക് ഇറങ്ങും.